ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോർ എല്ലാം മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ RRB NTPC 2025 നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ പുറത്തു വന്ന് നോട്ടിഫിക്കേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോൺ അനാലിസിസ്, പോസ്റ്റ് അനാലിസിസ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ, മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് എന്താണ് തുടങ്ങിയ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു കാണും. നിങ്ങളെല്ലാവരും എക്സാമിന് അപ്ലൈ ചെയ്ത് കാണും. എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ നോ യുവർ എക്സാമിനെ മനസ്സിലാക്കി, എക്സാമിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി, എങ്ങനെ അപ്ലൈ ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്യണം, ഏതാണ് വേക്കൻസി, എങ്ങനെയാണെന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താണ്? പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്, അല്ലേ? ഇപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം NTPC എക്സാമിന് മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, ഈ 3 ഹെഡുകളിലായിട്ടാണ് സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ മനസ്സിലാക്കുക, അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുക, അതെങ്ങനെ പഠിച്ചെടുക്കണം, എങ്ങനെ മെരുക്കിയെടുക്കണം എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരിക എന്നുള്ളതാണ് ഈ സെഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ട് പോകുന്നത് സിലബസ് കമ്പാരിസൺ ആണ്. ജനറൽ അവയർനെസിൻ്റെ ഒരു ഡീറ്റെയിൽ സിലബസ് നമ്മൾ നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രാജുവേറ്റിൻ്റെയും അണ്ടർ ഗ്രാജുവേറ്റിൻ്റെയും നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ സിലബസിനെ RRB കണ്ടക്ട് ചെയ്യുന്ന മറ്റ് പരീക്ഷകളുടെ സിലബസുകളായിട്ടൊരു താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള സിലബസിനെ ഡീകോഡ് ചെയ്യുന്നു. തന്നിട്ടുള്ള സിലബസിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്, അതിൽ ഓരോ വരികൾ എടുത്ത് വെച്ച് അതിനെ തരംതിരിച്ച് അതിനെങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ നോക്കിക്കാണുന്നു. 3, മുൻകാല ചോദ്യ പേപ്പറുകളെ അനാലിസിസ് നടത്തിക്കൊണ്ട് ഈ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ള ഓരോ വരികളിൽ ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ മുന്നേ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണുന്നു. 4, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ നമ്മൾ എങ്ങനെ പഠിച്ച് തുടങ്ങണം, ഹൗ ടു സ്റ്റഡി എന്നുള്ളതും പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മുടെ സ്കോർ എന്താണ് നിങ്ങൾക്ക് വേണ്ടി തവണ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ സെഷൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരോ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം സിലബസ് കമ്പാരിസൺ എന്ന് പറയുന്ന ഭാഗമാണ്. അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ജനറൽ അവയർനെസ് ഫോർ ടെക്നിക്കൽ എക്സാംസ്. അപ്പോൾ ടെക്നിക്കൽ എക്സാംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, എന്താണ് ഈ ടെക്നിക്കൽ പരീക്ഷ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനത് ഇവിടെ പറയാം. നമുക്ക് ടെക്നിക്കൽ പരീക്ഷകൾ ആയിട്ട് വരുന്നത് പ്രധാനമായിട്ടും RRB കണ്ടക്ട് ചെയ്യുന്ന ടെക്നിക്കൽ പരീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എക്സാം, ഓക്കെ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം, ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം, പിന്നെ വരുന്നത് നമ്മുടെ RRB കണ്ടക്ട് ചെയ്യുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാം. ഇത്രയും പരീക്ഷകളാണ് നമുക്ക് ടെക്നിക്കൽ എക്സാംസ് ആയിട്ട് വരുന്നത്. ഈ 4 എക്സാംസിനും ഉള്ള ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കമ്പാരിസൺ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസ് കമ്പാരിസൺ ആണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ജനറൽ അവയർനെസ് ഫോർ നോൺ ടെക്നിക്കൽ എക്സാംസ്, RPF പോലെ NTPC പോലെയുള്ള പരീക്ഷകൾക്ക് എങ്ങനെയാണ് ജനറൽ അവയർനെസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഒരു കമ്പാരിസൺ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ 2 സിലബസുകൾ വെച്ചുകൊണ്ട് നമ്മളൊരു കമ്പാരിസൺ ചാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നതാണ് ടെക്നിക്കൽ പരീക്ഷകളിലെ പ്രധാനമായിട്ടും നിങ്ങൾ എഴുതാൻ പോകുന്ന ടെക്നിക്കൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിന് കാണുന്ന 2 സിലബസുകൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനും ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്കും സിമിലർ സിലബസ് തന്നെയാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനും ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്കും സിമിലർ സിലബസ് തന്നെയാണ്. അവിടെ കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത് എന്തിനാണ്? ഈ കാണുന്ന സംഭവത്തിനാണ്. കറണ്ട് അഫയേഴ്സിനാണ് അവിടെ കൂടുതൽ വെയിറ്റേജ്. SNT, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും, സ്പോർട്സിൽ നിന്ന്, കൾച്ചറിൽ നിന്ന്, പേഴ്സണാലിറ്റീസിൽ നിന്ന് ചോദ്യം ചോദിക്കും, എക്കണോമിക്സിൽ നിന്ന് ചോദ്യം ചോദിക്കും, പൊളിറ്റിക്സിൽ നിന്ന് ചോദ്യം ചോദിക്കും, ആൻഡ് അതർ സബ്ജക്ട്സ് ഓഫ് ഇമ്പോർട്ടൻസ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതർ സബ്ജക്ട്സ് ഓഫ് ഇമ്പോർട്ടൻസ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ഈ അതർ സബ്ജക്ട്സ് ഓഫ് ഇമ്പോർട്ടൻസിനകത്ത് മാത്രമാണ് നമ്മൾ പഠിക്കുന്ന, പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾ നമുക്ക് പ്രധാനമായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത് ഈ പറയുന്ന അതർ സബ്ജക്ട്സ് ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഏരിയയിലാണ്. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ടെക്നീഷ്യൻ ഗ്രേഡ് 3 തുടങ്ങിയ പരീക്ഷകളുടെ ജനറൽ അവയർനെസ് സിലബസ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത് കറണ്ട് അഫയേഴ്സിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ജൂനിയർ എഞ്ചിനീയർ എക്സാമിനും ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമും ടെക്നിക്കൽ പരീക്ഷയാണ്, ഏകദേശം സിമിലർ വെയിറ്റേജ് തന്നെയാണ്. എന്നിരുന്നാൽ കൂടെ അവിടെ കുറച്ചുകൂടെ സിലബസ് ഡീറ്റെയിലിംഗ് ഉണ്ട്. നോക്കിയാൽ കാണാൻ പറ്റും. നോളജ് ഓഫ് കറണ്ട് അഫയേഴ്സ്, അപ്പോൾ അവിടെയും കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇന്ത്യൻ ജോഗ്രഫി, ഇവിടെ ഇന്ത്യൻ ജോഗ്രഫി ഉണ്ടായിരുന്നില്ല. കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, അതിവിടെ ഉണ്ടായിരുന്നില്ല. ഇൻക്ലൂഡിംഗ് ഫ്രീഡം സ്ട്രഗിൾ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, പകരം ഇവിടെ പൊളിറ്റിക്സ് എന്നാണ് കൊടുത്തിരുന്നത്. ഇന്ത്യൻ എക്കോണമി, ഇവിടെ എക്കണോമിക്സ് എന്നാണ് കൊടുത്തിരുന്നത്. എൻവയോൺമെന്റൽ ഇഷ്യൂസ് കൺസേണിങ് ഇന്ത്യ, അതിവിടെ ഉണ്ടായിരുന്നില്ല. ആൻഡ് ദ വേൾഡ് ഇല്ല. സ്പോർട്സ് ഉണ്ട്. ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ്, അങ്ങനെ വളരെ അപൂർവം ഭാഗങ്ങൾ മാത്രമാണ് കോമൺ ആയിട്ടുള്ളത്. കൂടുതൽ ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജൂനിയർ എഞ്ചിനീയർ എക്സാമിനും ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിനും നമ്മുടെ ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ,
ഇതാണ് ടെക്നിക്കൽ എക്സാമിൻ്റെ ഈ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾക്ക് ഇനി ഒരു കമ്പാരിസൺ നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കൊരു കമ്പാരിസൺ കാണാനായിട്ട് സാധിക്കും. ഇത് ഗ്രൂപ്പ് ഡി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം, ടെക്നീഷ്യൻ ഗ്രേഡ് 1, ഗ്രേഡ് 3, JEE തുടങ്ങിയ പരീക്ഷകളുടെ ജനറൽ അവയർനെസ്സിൻ്റെ സിലബസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പുറത്ത് കാണിച്ചിരിക്കുന്ന NTPC ഗ്രാജുവേറ്റിൻ്റെ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വലിയ സിലബസാണ് NTPC ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും. ആൻഡ് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, NTPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾ GK പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എന്ത് കവറായി പോകും? ഗ്രൂപ്പ് ഡി, ALP, ടെക്നീഷ്യൻ ഗ്രേഡ് 3, ജൂനിയർ എഞ്ചിനീയർ എക്സാം, ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിൻ്റെ GK കവറായി കഴിഞ്ഞു. കാരണം ഇതെല്ലാം തന്നെ എവിടെയുണ്ട്? NTPCയുടെ സിലബസിനകത്തുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസൺ ചാർട്ട് നോക്കുമ്പോൾ NTPCയുടെ സിലബസാണ് ഏറ്റവും വലുത്. GKയുടെ കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഈ കമ്പാരിസൺ ചാർട്ട് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? GK ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ജനറൽ അവയർനെസ്സിൻ്റെ കാര്യം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ NTPCക്കാണ് ഏറ്റവും വലിയ സിലബസ്. അതിൻ്റെ തൊട്ട് താഴെയാണ് RPF വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണ് ജൂനിയർ എഞ്ചിനീയർ ഗ്രേഡ് 1 എക്സാം വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു സിലബസ് ആയിട്ടാണ് ALP ഗ്രേഡ് 3 ഗ്രൂപ്പ് ഡി എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാം എങ്ങനെയാണ് സാർ അതിൻ്റെ തൊട്ട് താഴെ വരുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി എക്സാം എങ്ങനെയാണ് ALPയുടെയും ഗ്രേഡ് 3യുടെയും കൂടെ വരുന്നത് എന്നൊരു സംശയം നിങ്ങൾക്ക് വരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗ്രൂപ്പ് ഡി എക്സാമിന് സിലബസ് ആരുടെ ഈക്വലൻ്റ് തന്നെയാണ്? ALPയുടെയും ഗ്രേഡ് 3യുടെയും സിലബസിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സിലബസ് തന്നെയാണ് ഏതിനുള്ളത്? ഗ്രൂപ്പ് ഡിക്ക് ഉള്ളത്. പക്ഷേ പ്രശ്നം വന്നത് എന്താ വെച്ചാൽ, ഗ്രൂപ്പ് ഡി എക്സാമിന് GKയുടെ വെയിറ്റേജ് ആണ്. 20 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒരേ സിലബസ് വെച്ചുകൊണ്ട് 20 മാർക്കിന് ചോദ്യം ചോദിക്കുന്നു. ഗ്രേഡ് 3ക്ക് 10 മാർക്കുള്ളൂ, ALPക്ക് 10 മാർക്കുള്ളൂ. ആൻഡ് ഗ്രൂപ്പ് ഡിക്ക് എത്ര മാർക്കുണ്ട്? 20 മാർക്കുണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രൂപ്പ് ഡി പഠിക്കുന്ന കുട്ടികൾ ഏകദേശം ഈ പറഞ്ഞ RPF NTPC ലെവലിൽ പഠിച്ചാലാണ് കാര്യമുള്ളതെന്ന് പറയുന്നത്. കാരണം 20 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ആൻഡ് അത് ഒറ്റ ടയർ പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ മാർക്കും വിലപ്പെട്ടതാണ് താനും. അതുകൊണ്ടാണ് ഗ്രൂപ്പ് ഡി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ സിലബസ് നമ്മൾ നോക്കുമ്പോൾ സിലബസിനകത്ത് ഗ്രൂപ്പ് ഡിയുടെ സിലബസും ALPയുടെ സിലബസും ഗ്രേഡ് 3യുടെ സിലബസും ഒക്കെ എന്താണ്? സിമിലർ ആണ്. അപ്പോൾ ഇതാണ് കമ്പാരിസൺ ചാർട്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് എക്സാമിന് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും NTPC ലെവലിൽ നിങ്ങൾ GK പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RRB കണ്ടക്ട് ചെയ്യുന്ന എല്ലാ പരീക്ഷകളുടെയും GK നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്ന് അർത്ഥം. ഓക്കെ, അതാണ് ഇതിനകത്ത് നിന്ന് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഡീകോഡിങ് സിലബസ് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ NTPC പരീക്ഷയുടെ ടയർ 1ൻ്റെ സിലബസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടയർ 2ൻ്റെ സിലബസ് നമുക്ക് ടയർ 1 കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യാം, അല്ലേ? ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് ടയർ 1 കടക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. ആ CBT 1ൻ്റെ സിലബസ് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ്സിന് 40% മാർക്ക്, അതായത് 100 ആണ് നമ്മുടെ സിലബസ് കിടക്കുന്നത്. 100 മാർക്ക്, 100 ചോദ്യം. നിങ്ങളുടെ കൈവശം 90 മിനിറ്റും ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് പരീക്ഷ വരുന്നത്. ആ 100 മാർക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ജനറൽ അവയർനെസ് 40 മാർക്ക്, മാത്സ് 30 മാർക്ക്, റീസണിങ് 30 മാർക്ക്. അതായത് 40% വെയിറ്റേജ് എന്തിനാണ്? GKക്കാണ് ഉള്ളത്. അപ്പോൾ കുറേ കുട്ടികളെങ്കിലും GK അത്ര കണ്ട് പ്രയോറിറ്റൈസ് ചെയ്യാതെ മാത്സും റീസണിങ്ങും വെച്ച് പഠിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അത് കൊള്ളാവുന്ന ഒരു സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാവുന്ന സ്ട്രാറ്റജിയാണ്. എപ്പോൾ വരെ നിങ്ങൾക്ക് എല്ലാ പോസ്റ്റും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് രണ്ടും കൂടെ കൂട്ടി 60 മാർക്കേ വരുന്നുള്ളൂ. കട്ട് ഓഫ് എന്ന് പറയുന്നത് സപ്പോസ് 60-ന് മുകളിൽ പോവുകയാണ്. ഇപ്പോൾ ഈ വർഷത്തെ CBT 1ൻ്റെ കട്ട് ഓഫും നമുക്ക് 2019 എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ 2019 നോട്ടിഫിക്കേഷൻ പ്രകാരം 21-22 എക്സാം കണ്ടക്ട് ചെയ്തപ്പോഴും കട്ട് ഓഫ് ഒക്കെ 60-ന് മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ 60-ന് മുകളിൽ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ സിംപിളി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് GK സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? GK പഠിച്ചേ പറ്റൂ. ഇനി നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, അതിനകത്ത് മൾട്ടിപ്പിൾ പോസ്റ്റുകളുണ്ട്. ഓരോ പോസ്റ്റിനും ഡിഫറെൻറ്റ് കട്ട് ഓഫ് ആയിരിക്കും. 2019 നോട്ടിഫിക്കേഷൻ എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് CBT 1ന് ലെവൽ വൈസ് കട്ട് ഓഫ് ആയിരുന്നു. ലെവൽ 4-ന് ഒരു കട്ട് ഓഫ്, ലെവൽ 5-ന് ഒരു കട്ട് ഓഫ്, ലെവൽ 6-ന് ഒരു കട്ട് ഓഫ്. എന്നാൽ 24-ലെ റിസൾട്ട് വന്നപ്പോൾ, ഗ്രാജുവേറ്റ് ലെവലിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്താണ്? ലെവൽ വൈസിന് പകരം പോസ്റ്റ് വൈസ് കട്ട് ഓഫ് ആണ്. അപ്പോൾ എല്ലാ പോസ്റ്റും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കണം CBT 1ന്, ഈവൻ ദോ CBT 1 ക്വാളിഫയിങ് നേച്ചർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കൂടി. അപ്പോൾ GK പഠിച്ചേ പറ്റൂ. GK 40 മാർക്കിൽ ചുരുങ്ങിയത് ഒരു 20 മാർക്കെങ്കിലും ഒപ്പിച്ചാലാണ്, മാത്സ് റീസണിങ് 60 ഫുള്ള് തെറ്റാതെ 60 മാർക്കും, GKയിൽ ഒരു 20 ഒപ്പിച്ചാലാണ് നിങ്ങൾക്ക് 80 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പോസ്റ്റും കടക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്ര രീതിയിൽ പഠിക്കണം, അത്രയും പഠിച്ചേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ GK സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ല. മനസ്സിലായോ? ഇതാണ് സിലബസ് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി
അതിനെ ഞാൻ ഒന്നുകൂടെ നമ്മുടെ NTPC സിലബസിന് ഞാൻ ഒന്നുകൂടെ ഡീകോഡ് ചെയ്തു. നമ്മൾ 3 കാറ്റഗറി ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഒന്ന് കറണ്ട് അഫയേഴ്സ്, ആനുകാലികം ഇപ്പോഴത്തെ RRB കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിന് നമുക്കിതിന് മുന്നത്തേക്കാളും വിട്ടൊരു ചെറിയൊരു നമുക്കൊരു ശുഭ പ്രതീക്ഷയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും റീസെൻ്റ്ലി നടന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പോലും RRB ചോദിക്കുന്നുണ്ട്. ഒരുപാട് ബാക്കിലേക്ക് നിങ്ങൾ പഠിക്കേണ്ടി വരുന്നതെന്ന് വെച്ചാൽ ചോദ്യങ്ങളുണ്ട്, 17ലെയും 18ലെയൊക്കെ ചോദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അതിന് നമുക്ക് ഗുഡ് ലീവ് ചെയ്യാം. കാരണം ഒരു ഷിഫ്റ്റിൽ ചിലപ്പോൾ 1-2 ചോദ്യങ്ങളായിരിക്കും 17, 18 എന്നൊക്കെ വരുന്നത്. ബാക്കിയെല്ലാം തന്നെ 24, 25 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരു വർഷത്തെ 1.5 വർഷത്തേക്ക് പഠിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. വിത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മളെപ്പോഴും പറയുന്ന പോലെ സ്പോർട്സ്, ഈ കാണുന്ന ടോപ്പിക്സ് തന്നെ സ്റ്റാറ്റിക് ജികെയിൽ ഈ കാണുന്ന ടോപ്പിക്സിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെയൊക്കെ തന്നെ കറണ്ട് അഫയേഴ്സും പഠിക്കുക. ഈ കാണുന്ന ടോപ്പിക്സ് തന്നെ കറണ്ട് അഫയേഴ്സും പഠിക്കുക. ഗെയിംസ്, സ്പോർട്സ്, കറണ്ട് അഫയേഴ്സ് പഠിക്കുക. ലിറ്ററേച്ചറിൽ അവാർഡുകൾ ഉണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കുക. UN ഒക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ പഠിക്കുക. ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പുതിയ ഹൈവേസ്, പുതിയ പാലങ്ങൾ, പ്രത്യേകിച്ച് റെയിൽവേയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പഠിക്കുക. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചോദിക്കുന്നതാണ്, കോമൺ അബ്രിവേഷൻസ് ചോദിക്കുന്നതാണ്. ഫേമസ് പേഴ്സണാലിറ്റീസ്, കറണ്ട് അഫയറിൽ നിൽക്കുന്ന പേഴ്സണാലിറ്റീസ് ആണ് ചോദിക്കാറ് പൊതുവെ. ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ്, കഴിഞ്ഞ NTPCക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് ആൻഡ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ഓഫ് ഇന്ത്യ, ഇതിനെ പറ്റിയും പഠിക്കണം. അപ്പോൾ ഇത് സ്ട്രാറ്റജിക്ക് ആണെന്ന് പറയുമ്പോഴും ഇതിൽ നിന്നും കറണ്ട് റിലേറ്റഡ് ഇവൻറ്റ്സ് ആണ് കൂടുതലും ചോദിക്കുന്നത്. ആൻഡ് കറണ്ട് അഫയേഴ്സിന് 10-15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരെ വന്നിട്ടുള്ള ഷിഫ്റ്റുകളുണ്ട്. അപ്പോൾ അത്ര തന്നെ വെയിറ്റേജ് നിങ്ങൾ കൊടുക്കണം. ഒന്നില്ലെങ്കിൽ ആ 15 മാർക്ക് അപ്പാടെ സ്കിപ്പ് ചെയ്യണം. പക്ഷേ കറണ്ട് അഫയർ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് RRBയുടെ എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത നിങ്ങൾ വളരെ കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? കറണ്ട് അഫയർ സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം കറണ്ട് അഫയർ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പുറത്ത് കാണുന്ന ഈ സ്റ്റാറ്റിക് സബ്ജക്റ്റുകൾ, അതിന് ഞാൻ ജനറൽ സബ്ജക്ട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിൽ നിങ്ങൾക്ക് NCERTs, കുട്ടികളുടെ ബുക്കുകൾ, ഗൈഡുകളൊക്കെ അവൈലബിൾ ആണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗൈഡുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. കറണ്ടിൽ വരുന്ന പോയിന്റ്സ് കൃത്യമായിട്ട് ന്യൂസൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കണം. ഇതങ്ങനെയല്ല. ഹിസ്റ്ററി നമുക്ക് റാങ്ക് ഫയൽസ് കിട്ടും, നോട്ട്സ് കിട്ടും, അല്ലെ, പൊളിറ്റി കിട്ടും, ജോഗ്രഫി കിട്ടും, എക്കോണമി കിട്ടും, എൻവയോൺമെൻറ്റ് വരെയുള്ള സാധനങ്ങളൊക്കെയാണ്. സയൻസിനും നിങ്ങളുടെ കൈവശം ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽസ് കിട്ടും. ഇത്രയും നമുക്ക് ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ് കുട്ടികളുടെ. ഇത്രയും ഭാഗത്തിന് ടെക്സ്റ്റ് ബുക്സ് ഇല്ല, ആൻഡ് കറണ്ട് അഫയേഴ്സിനും ഇല്ല. അപ്പോൾ ഈ ഇത്രയും സിലബസുകൾ കവർ ചെയ്താലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 40 മാർക്ക് കവറായി പോവുള്ളൂ. ഇത് ഓരോന്നും എടുത്ത് വെച്ച് പഠിക്കണം. ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം. ഇനി അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇതാണ് 2024 പേപ്പറിൻ്റെ ടയർ 1 പേപ്പറിൻ്റെ ഒരു അനാലിസിസിൽ നിന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹിസ്റ്ററിയിൽ ഏറ്റവും ചുരുങ്ങിയത് 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 7 ചോദ്യം വരെ ചോദിച്ചിട്ടുള്ള ഷിഫ്റ്റുകളും ഉണ്ട്. ആണ് റേഞ്ച് എന്ന് പറയുന്നത്. പൊളിറ്റിയിൽ 3 മുതൽ 5, എക്കോണമിയിൽ 3 മുതൽ 5, ജോഗ്രഫിയിൽ 5 മുതൽ 7, എൻവയോൺമെൻറ്റിൽ 3 മുതൽ 5. അപ്പോൾ ഇത് ഈ ഒരു ജനറൽ സബ്ജക്ട്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് തന്നെ ഏകദേശം എത്ര ചോദ്യത്തോളം നിങ്ങൾക്ക് കിട്ടും? ഒരു 20 ചോദ്യത്തോളം ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം കവറായി പോകും. 20ന് മുകളിൽ ചോദ്യങ്ങൾ ജനറൽ സബ്ജക്റ്റിൽ നിന്ന് കിട്ടും. സയൻസിന് എത്ര ചോദ്യങ്ങളോളം കിട്ടും? അപ്രോക്സിമേറ്റ്ലി 5 ചോദ്യങ്ങളോളം ഇവിടെ നിന്ന് കിട്ടും. ഈ കറണ്ട് അഫയേഴ്സും സ്ട്രാറ്റജിക്കും കൂടെ ചേർന്ന് ഈ പറഞ്ഞ പോലെ തന്നെ എത്ര ചോദ്യത്തോളം കിട്ടും? ഒരു 10-15 ചോദ്യത്തോളം കിട്ടും. അപ്പോൾ ഇത്രയും രീതിയിൽ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് 40 ചോദ്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കി പഠിക്കണം. ഹിസ്റ്ററി 7 ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് 7 ചോദ്യങ്ങൾ കിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് ഏൻഷ്യൻ്റ് കവർ ചെയ്യണം, മെഡീവൽ കവർ ചെയ്യണം, മോഡേൺ കവർ ചെയ്യണം. വേൾഡ് ഹിസ്റ്ററിയിൽ താരതമ്യേന ചോദ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, പക്ഷേ വേൾഡ് ഹിസ്റ്ററിയും പഠിച്ചു പോയേ പറ്റും. ഇതിന് മുന്നത്തെ NTPC ഒക്കെ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അത്രയും ഏരിയ കവർ ചെയ്യണം. എങ്കിലാണ് 7 ചോദ്യം കിട്ടുള്ളൂ. അപ്പോൾ 7 ചോദ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും പഠിക്കേണ്ടി വരുന്നത്. അത് അങ്ങനെ തന്നെയാണ്. ഏത് പരീക്ഷ എടുത്താലും അങ്ങനെ തന്നെ പഠിച്ചാലും നിങ്ങൾക്ക് കാര്യം നടക്കുള്ളൂ. ഓക്കെ. ഇനി അപ്പോൾ ഇതാണ് PYQ അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പോൾ നമ്മൾ ഇതിൻ്റെ സാധ്യതകളെല്ലാം മനസ്സിലാക്കി, കമ്പാരിസൺ മനസ്സിലാക്കി, സിലബസ് മനസ്സിലാക്കി, സിലബസിനെ ഡീകോഡ് ചെയ്തു, എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കി, എത്രത്തോളം ചോദ്യങ്ങൾ ഓരോ ടോപ്പിക്കിൽ നിന്ന് വരുന്നതെന്ന് മനസ്സിലാക്കി. ഇനി എങ്ങനെ പഠിക്കണം? അപ്പോൾ ഇതിന് മുന്നേ പരീക്ഷയെ അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് NTPC എന്നുള്ളത് 2024 എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൽ നോട്ടിഫിക്കേഷൻ ഇട്ടതിന് ശേഷം എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ആ ഒരു ദൈർഘ്യം കാലഘട്ടം എന്ന് പറയുന്നത് 200 ദിവസത്തോളം ഉണ്ടായിരുന്നു 2024. 25 അത് ആവർത്തിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. സ്റ്റിൽ നമ്മുടെ മുന്നിൽ ഒരു 150 ദിവസമെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഉണ്ടെങ്കിൽ. പക്ഷെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? അടക്കം ചിട്ടയോടുകൂടെ വൃത്തിയായിട്ട് പഠിക്കണം. അതിന് ആദ്യം വേണ്ടത് എന്താണ്? സെറ്റിംഗ് അപ്പ് എ ഫൗണ്ടേഷൻ. വ്യക്തമായ അടിത്തറയിട്ട് പഠിക്കുക. അടിത്തറ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്?
NCERT പാഠഭാഗങ്ങൾ നിങ്ങൾ ഹൃദ്യസ്ഥമാക്കിയേ പറ്റൂ. അതിനകത്ത് അത് ഓരോ വിഷയത്തിൻ്റെയും ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, സയൻസ്, എൻവയോൺമെൻറ്റ് ഇതിനെല്ലാം തന്നെ NCERT, ഞാൻ നേരത്തെ പറഞ്ഞ ജനറൽ സബ്ജക്ട്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും എന്തുണ്ട്, NCERTs ഉണ്ട്. അത് 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ കവർ ചെയ്തെടുക്കുക. അതാണ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. അതിന് വ്യക്തമായിട്ടുള്ള നോട്ടുകൾ നിങ്ങളുടെ കൈവശം വേണം. ഫൗണ്ടേഷൻ കവർ ചെയ്തു, അതിൻ്റെ മുകളിൽ വേണം നിങ്ങൾ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ പൊളിറ്റി പോലെയുള്ളൊരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പൊളിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ഈ പറഞ്ഞ എന്താണ് ഡെമോക്രസി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. രാജ്യസഭ, ലോകസഭ തുടങ്ങിയവയുടെ പ്രോപ്പർ ഫങ്ഷനിങ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ബേസിക്സ് NCERTയിൽ കൊടുത്തിട്ടുണ്ട്. ബേസിക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം. അതാണ് കൺസെപ്റ്റ് ബിൽഡിംഗ്. പക്ഷേ ബേസ് ഇല്ലാത്തൊരു കുട്ടിക്ക് കൺസെപ്റ്റ് പഠിച്ചെടുക്കാൻ പറ്റില്ല. പാർലമെൻ്ററി കമ്മിറ്റി എന്താണെന്നോ, എന്താണ് പാർലമെൻ്റ് എന്നോ, എന്താണ് ലെജിസ്ലേറ്റീവ് ബോഡി എന്നോ, എന്താണ് എക്സിക്യൂട്ടീവ് ബോഡി എന്നോ, എന്താണ് ജുഡീഷ്യറി എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ സെപ്പറേഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അടിത്തറ വേണം. എന്നാൽ അതിൻ്റെ മുകളിലേക്ക് ജുഡീഷ്യൽ റിവ്യൂ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോളിഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ബിൽഡിംഗ് ഡെവലപ്പ് ചെയ്തെടുക്കണം. മനസ്സിലാകുന്നുണ്ട്? ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടുകൾ എപ്പോഴും നോട്ട്സ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആ നോട്ടുകൾ മേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കല്ല, കോമ്പറ്റേറ്റീവ് എക്സാമിനാണ്. അപ്പോൾ ഒരു പാഠം ഒരു ഭാഗം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ഉൾപ്പെടുത്തണം അതിനകത്ത്? ഇത് പഠിച്ചെടുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഷോർട്ട് കട്ടുകളോ അതുപോലെ തന്നെ ടിപ്സോ ട്രിക്സോ അധ്യാപകർ ക്ലാസ്സുകളിനകത്ത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? നോട്ടിനകത്ത് ഉൾപ്പെടുത്തണം. ഇത് മൂന്നും ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. എന്ത് വേണം? പ്രോപ്പറായിട്ട് ടെസ്റ്റുകൾ എടുത്ത് റിവൈസ് ചെയ്യണം. നിങ്ങൾ പഠിച്ച്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടെസ്റ്റുകൾ എടുക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു. അറ്റൻഡ് ചെയ്തപ്പോൾ ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ടെസ്റ്റിന് ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ്. നമുക്ക് ഒരിക്കലും ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. ഏതൊരു സബ്ജക്റ്റും നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുന്തോറും പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ ഫാക്റ്റുകൾ, പുതിയ പുതിയ അറിവുകൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നോട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് ഇത്രയും ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങൾ ഒരു ടോപ്പിക്കിന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും പുതിയ അറിയാത്ത, പഠിക്കാത്ത, കാണാത്ത, കേൾക്കാത്ത ഒരു ഭാഗം കിട്ടിയെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? നോട്ടിനകത്തേക്ക് വീണ്ടും ഉൾപ്പെടുത്തണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടെ ഉടനെ തന്നെ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ വീഡിയോയും അപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ പ്ലാൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. ഓക്കെ. ഇനി അപ്പോൾ എങ്ങനെയാണ് സ്റ്റഡി ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കി. ഇനി നമ്മൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? ജനറൽ അവയർനെസ്സിൻ്റെ ക്ലാസ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ട് നമ്മുടെ GK മാസ്റ്റർ ബാച്ച്, നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് സിലബസിനെ കവർ ചെയ്യുന്ന, അത്രയും ഡീറ്റെയിൽ ആയിട്ട് സിലബസിന് അനാലിസിസ് നടത്തി നിങ്ങളെ മുന്നിലേക്ക് തരുന്ന ഏത് ചാനലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ രീതിയിൽ സിലബസിനെ മനസ്സിലാക്കുന്ന ഫാക്കൽറ്റീസ് ഉള്ള സ്ഥിതിക്ക് തന്നെ നമ്മുടെ ക്ലാസ് എത്രത്തോളം നിലവാരമുള്ളതാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. 40% വെയിറ്റേജ് ഉള്ളൊരു സബ്ജക്റ്റാണ്. ആൻഡ് ഈ GK പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് JEE പോലെയുള്ള മറ്റ് എക്സാംസ്, ടെക്നീഷ്യൻ ഗ്രേഡ് 3, ടെക്നീഷ്യൻ ഗ്രേഡ് 1, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്, ഗ്രൂപ്പ് D പോലെയുള്ള പരീക്ഷകളുടെ ഇന്ന് GK പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ മാസ്റ്റർ GK ബാച്ചിൻ്റെ അഡ്മിഷൻ ഓൾറെഡി ഓപ്പൺ ആണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലോങ് ടേം NTPC ബാച്ച് 500 ദിവസത്തെ വാലിഡിറ്റിയിൽ നമ്മുടെ ലോങ് ടേം NTPC ബാച്ച് ലൈവാണ്. നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ബാച്ചിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പെക്യുലാരിറ്റീസ് എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. കൺസെപ്റ്റ് ക്ലാസ്സുകൾ, ഇതിൻ്റെ കൺസെപ്റ്റ് ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? NCERT ക്ലാസ്സുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കൺസെപ്റ്റ് ക്ലാസ്സുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എന്ത് കവറാവും? NCERTസും PYQസും കവർ ചെയ്തിട്ടുണ്ടാവും. ഷോർട്ട് നോട്ട് ഫോർ സെലക്റ്റഡ് ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ നമ്മൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മുടേതായിട്ടുള്ള രീതിയിൽ നോട്ട്സ് സെറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ റിവിഷൻ എക്സ്പ്രസ് സീരീസിന് നമ്മൾ എടുക്കുന്ന PPTs തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് തന്നെ നമ്മൾ നോട്ടായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന നോട്ടിൻ്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണ്. ഇനി റിവിഷൻ ടെസ്റ്റുകൾ, പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കറണ്ട് അഫയർ കമ്പൈലേഷൻസ് ഉണ്ടായിരിക്കും, സ്കോർ ക്യൂ കാർഡ്സ് ഉണ്ടായിരിക്കും. പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻ എന്ന് പറയുന്നത് മാത്സിനും റീസണിങ്ങിനും അവൈലബിൾ ആയിട്ടുള്ള പ്രത്യേക സെഷൻസ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 500 ദിവസത്തെ വാലിഡിറ്റിയിലുള്ള കോഴ്സാണ് ലോങ് ടേം NTPC ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തവണ ഞാൻ നേരത്തെ പറയുന്ന പോലെ എന്ത് ചെയ്യുക? സിലബസൊക്കെ മനസ്സിലാക്കി വ്യക്തമായിട്ട് സബ്ജക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കാൻ തുടങ്ങുക. ഈ വട്ടത്തെ NTPC നമുക്ക് ഒരുമിച്ച് നേടാം സ്കോറിനോടൊപ്പം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.